ഉബറും ഒലയുമൊക്കെ പാട്ടുപെട്ടി മടക്കേണ്ടി വരുമോ? കമ്മീഷൻ അടിക്കാത്ത ഓൺലൈൻ ടാക്സി ആപ്പ് തുടങ്ങാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ. സഹകരണ മേഖലയിൽ സഹകാർ ടാക്സി തുടങ്ങുമെന്ന് ഈ വകുപ്പിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർവീസ് ചാർജും കമ്മീഷനും ഒന്നും ഈടാക്കാത്ത ഡ്രൈവർമാർക്ക് രജിസ്റ്റർ ചെയ്യാവുന്ന ആപ്പാണ് ഉദ്ദേശിക്കുന്നത്. അതുമൂലം ഡ്രൈവർമാർക്ക് മാത്രമല്ല യാത്രക്കാർക്കും സമാശ്വാസം കിട്ടും. ഇപ്പോഴുള്ള ഓൺലൈൻ ടാക്സിക്കാർ യാത്രക്കാരുടെയും ഡ്രൈവർമാരുടെയും പോക്കറ്റിൽ നിന്ന് കൂടുതൽ എടുക്കുന്നുവെന്ന പരാതികൾ പരക്കെയുണ്ട്. 30% വരെയൊക്കെയാണ് സർവീസ് ചാർജ്. ഡ്രൈവർമാർക്ക് നൽകുന്നതിലും ചില പ്രശ്നങ്ങളുണ്ട്. സഹകരണ സംഘങ്ങളെ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ പുതിയ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ, കാറുകൾ, റിക്ഷകൾ തുടങ്ങിയവ രജിസ്റ്റർ ചെയ്യാൻ സഹകരണ സംഘങ്ങളെ അനുവദിക്കും. സർക്കാർ ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങുന്നത് ഏതായാലും നല്ലതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. തുടങ്ങുന്നതിനേക്കാൾ പ്രധാനം അത് എത്രത്തോളം കാര്യക്ഷമവും പ്രയോജനകരവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ്. സ്വകാര്യ ഓൺലൈൻ ടാക്സി സർവീസുകളെ വെല്ലുവിളിക്കാൻ സഹകാർ ടാക്സിക്ക് കഴിയുമോ എന്ന് അപ്പോൾ മാത്രമേ പറയാൻ കഴിയൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക.